കഴിഞ്ഞ വർഷം ഇന്ത്യൻ തീരങ്ങളിൽ നിന്ന് പിടിച്ചത് 35.7 ലക്ഷം ടൺ സമുദ്ര മത്സ്യം. ഇത് മുൻവർഷത്തേക്കാൾ 3% വർധനയിലാണ്. കേരളത്തിലാകെ സമുദ്ര മത്സ്യലഭ്യത 6.24 ലക്ഷം ടണ്ണാണ്. മുൻവർഷത്തേക്കാൾ 2% കൂടുതൽ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കിട്ടിയ മത്തി ലഭ്യതയിൽ കഴിഞ്ഞ പതിറ്റാണ്ടിലെ ഏറ്റവും ഉയർന്ന നിലയിൽ എത്തിയതായി സമുദ്ര മത്സ്യ ഗവേഷണ സ്ഥാപനത്തിന്റെ റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. രാജ്യത്താകെ ഏറ്റവും കൂടുതൽ ലഭിച്ചത് അയലയാണ്. കണവ, കൂന്തൽ വർഗ്ഗങ്ങൾ, മത്തി, കിളിമീൻ, പാമ്പാട എന്നിവയാണ് പിന്നാലെ. ശക്തമായ മഴയും കപ്പലപകടവും കാരണം മെയ്-ജൂൺ മാസങ്ങളിൽ കേരളത്തിന്റെ തെക്കൻ ജില്ലകളിൽ മത്സ്യബന്ധന ദിനങ്ങളിൽ കുറവുണ്ടായിട്ടും മൊത്തം മത്സ്യലഭ്യത കുറയാതെ പിടിച്ചുനിന്നു. 2% വർധനവോടെ രാജ്യത്ത് 3-ാം സ്ഥാനം നിലനിർത്തുകയും ചെയ്തു. രാജ്യത്ത് ഏറ്റവുമധികം മത്സ്യം പിടിച്ചത് തമിഴ്നാടാണ്. 6.85 ലക്ഷം ടൺ. ഗുജറാത്ത് 2-ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ മീൻ ലഭിച്ചത് എറണാകുളം ജില്ലയിലാണ്. കൊല്ലം, കോഴിക്കോട് ജില്ലകളാണ് യഥാക്രമം 2ഉം 3ഉം സ്ഥാനങ്ങളിൽ. ഹാർബറുകളിൽ മുന്നിൽ നീണ്ടകരയും രണ്ടാമത് മുനമ്പവും. കേരളത്തിൽ ഏറ്റവും അധികം പിടിച്ച ഇനം മത്തിയാണ്. 1.68 ലക്ഷം ടൺ. മത്തി ലഭ്യത 13% വർദ്ധിച്ചത്. സംസ്ഥാനത്ത് 2013 ശേഷമുള്ള ഏറ്റവും വലിയ ലഭ്യതയാണ് ഇത്. അയല, കൊഴുവ, കിളിമീൻ, ചെമ്മീൻ എന്നിവയാണ് തൊട്ടുപിന്നിലുള്ളത്. തിരിയാൻ, ചെമ്മീൻ, പാമ്പാട എന്നിവ കുറഞ്ഞു. സമുദ്ര മത്സ്യമേഖലയിൽ നിന്നുള്ള വരുമാനത്തിലും വർധന ഉണ്ടായിട്ടുണ്ട്. ഇന്ത്യയിലാകെ ലാൻഡിംഗ് സെന്ററുകളിലെ വിറ്റുവരവ് 69,254 കോടി രൂപയും ചില്ലറ വിപണിയിൽ 97.702 കോടി രൂപയുമാണ്. ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്തും ഒമാൻ വരെയും സമുദ്ര ഉപരിതല താപനില ഉയർന്ന സമുദ്ര ഉഷ്ണതരംഗം വ്യാപിക്കുന്നതായി മുന്നറിയിപ്പുണ്ടെങ്കിലും മത്സ്യലഭ്യതയിൽ അതിന്റെ പ്രതിഫലനം കണ്ടു തുടങ്ങിയിട്ടില്ല. ഈ വർഷം ജനുവരി-മാർച്ചിലെ CMFRIയുടെ കണക്കനുസരിച്ച് മത്സ്യലഭ്യത മുൻവർഷത്തെ അതേ തോതിലാണ്. ഏപ്രിലെ കണക്ക് കൂടി വിലയിരുത്തിയാലേ യഥാർത്ഥ ചിത്രം വ്യക്തമാകൂ. ന്യൂസ് ഡെസ്ക് കേരള പ്രണാമം.